ഹലോ ഗൈസ്, രാത്രി ഉറങ്ങാൻ വേണ്ടി ഞാൻ റൂമിൽ തൊട്ടിലിട്ട് കിടക്കുമ്പോഴാണ് ഈ ഓർക്കാപ്പിളിന്റെ മരത്തുമ്മൽ പുളിയറുമ്പ് കേറുന്ന മാതിരിന്റെ ചെങ്ങായി അയിമ കയറി. അപ്പൊ തന്നെ തൃശ്ശൂർ പൂരത്തിന് ആന പിണ്ടിട്ട മാതിരി അടിക്ക് വീണും ചെയ്ത് പിന്നെണ്ട് രേണുസൂതി പുഷപ്പ് എടുക്കണ മാതിരി കിടക്കണ അടിയില് കൗന്നടിച്ച് വീണോണ്ടാണ് അറിയില്ല ഓന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ബെൻഡായിന്നാ പറഞ്ഞിട്ട് അത് നിർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകുന്നു ഓൻ തന്നെ പറയുന്നുണ്ട്. എനിക്കെന്താ ഓൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, കാരണം ഞാനൊരു നിഷ്കളങ്കനാണ്, ഇനി കളങ്കള്ള ആരെയും ഒന്നും പറഞ്ഞിട്ടാ. അപ്പൊ തന്നെ ഓന്റെ സ്നാപ്പിലുള്ള കുട്ടിക്ക് മെസ്സേജ് ചെയ്യാണ്ട് പറയുന്നുണ്ട്, നമുക്ക് ഇനി കല്യാണം ഒന്നും കഴിക്കണ്ട, എന്താ അറിയില്ല എന്റെ വീട്ടിൽ സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഓൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ കാര്യം ആരോടും പറയാനും പോയില്ല, ഇജു ആരോടും പറയണ്ട, നമ്മളെ ഇടയിൽ മാത്രം നിന്നാൽ മതി. ഇതേമാതിരി ലോകത്ത് കുറെ ആൾക്കാരുണ്ടാവും, ഓന് ഏതൊക്കെയോ മക്കാമക്ക് എന്തൊക്കെയോ ആടിന്റെ തൊടൊക്കെ നേർച്ചാക്കുന്നുണ്ട്, പഠിച്ചോൻ കാര്യം എന്തിനാണ്. അപ്പോഴാണ് സൈഡിൽ നിന്നാണ് കാണാൻ ഗുണമെന്ന് പറയുന്ന നായിനെ വൈത്തല പഞ്ഞാണ് തല്ലാൻ പോകണം. അല്ലെങ്കിൽ ചെലവിൽ എങ്ങനെയാണ് അങ്ങാടി തോറ്റിട്ടുണ്ടെങ്കിൽ പെരയിൽ ഒന്ന് കച്ചറുണ്ടാക്കും. അങ്ങനെ റൂമിലുള്ള എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞാണ് ഞാൻ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ ഈ മാവേലി സ്റ്റോറിൽ 2 റുപ്യേന്റെ അരി വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ നിൽക്കണമാതിരി വരിയിൽ നിൽക്കട്ടെ. ട്രെയിനിലാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ചുറ്റോടിറ്റും സീറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ നോക്കില്ല, നേരെ എന്റെ സ്വന്തം പ്രോപ്പർട്ടിക്കാണ് കയറാൻ ഒറ്റ വെറുതെ ഒന്ന് അടിക്ക് നോക്കിയത്. ഈ ചാലിനൊക്കെ പിടിച്ച ഈ തുപ്പലാട്ടിന്റെ വെള്ളത്തിൽ പോയിട്ട് സർഫും പൊടി കളിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേമാതിരിയൊക്കെ എടുക്കുക, അതേമാതിരി ഒരു ബായി എടുക്കണം, നോക്കണ്ടില്ലേ. വേറൊരു പെരിച്ചായിക്ക് ഉണ്ടായവന് ഇതാ ഓന്റെ സ്ഥലത്ത് ഇപ്പൊ ഇവിടെ നിന്നാണ് ചങ്ങല വലിക്കുന്നത്, ഓന്റെ മോട്ടൊക്കെ ഓടിച്ച് പൊളിക്കുക ആളില്ല. എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുക, ഇനി ട്രെയിനിൽ നിന്ന് എത്ര പണിയുണ്ടടാ പോവാന്. ഓനായി വലിച്ചായിട്ട് മെല്ലെ മാജിക് മാല് പോണായിട്ട് പോയും ചെയ്ത് അപ്പുറത്തേക്ക്. ഇതേമായിട്ടുള്ള ഓരോ കരവാണങ്ങൾ ഉണ്ടായിട്ടാണ് നോർത്ത് ഇന്ത്യ ഇങ്ങനെ ആയത്. നമ്മളെ കേരളത്തിൽ വന്ന് വലിക്കട്ടെ, ഓരോ തുണി ഉരിയാണ് ഞാൻ അവിടെ തൊട്ടിലിട്ടു.